അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആനിൽ ആദ്യത്തെ 4 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഈ 4 പാഠങ്ങളുടെയും ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, നുമയ്യിസുൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ മിനൽ ഫിഖ്റ. ഈ താഴെയുള്ള പാരഗ്രാഫിൽ നിന്ന്, താഴെ ഇവിടെ ഒരു ജുംല തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഇസ്മും ഫിഅലും ഹർഫും എടുത്ത് എഴുതാനാണ്. എന്താണ് ഇസ്മ, എന്താണ് ഫിഅല്, എന്താണ് ഹർഫ് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠം വിശദീകരിച്ചപ്പോൾ. പേരുകൾക്കാണ് ഇസ്മ എന്ന് പറയുന്നത്, ക്രിയകൾക്കാണ് ഫിഅല് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഹർഫ് എന്ന് പറയുന്നത്. ഇസ്മിന്റെയും ഫിഅലിന്റെയും കൂടെ കൂടുമ്പോൾ അർത്ഥം ലഭിക്കുന്നത്. ഇവിടെ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാമി ഫി മക്ക. മക്കയിലെ ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഇതിൽ ഏതൊക്കെയാണ് ഇസ്മ, ഏതൊക്കെയാണ് ഫിഅല്, ഏതൊക്കെയാണ് ഹർഫ്? ദഅ ക്ഷണിച്ചു, അത് ഫിഅലാണ്. റസൂൽ അത് ഇസ്മാണ്. അല്ലാഹ് എന്നുള്ളത് ഇസ്മാണ്. അന്നാസ് ജനങ്ങൾ അതും ഇസ്മാണ്. ഇല എന്നുള്ളത് ഹർഫാണ്. അൽ ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് ഇസ്മാണ്. ഫി എന്നുള്ളത് ഹർഫാണ്. മക്ക എന്നുള്ളതും ഇസ്മാണ്. അപ്പോൾ ഇവിടെ ഫിഅല് ഏത് മാത്രമേ ഉള്ളൂ? ദഅ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റസൂല്, അല്ലാഹ്, അന്നാസ്, ഇസ്ലാം, മക്ക ഇതെല്ലാം ഇസ്മുകളാണ്. ഇല, ഫി ഇത് രണ്ടും ഹർഫുകളാണ്. ഈ രൂപത്തിൽ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, നക്തുബുൽ മുഫ്രദ. മുഫ്രദ് എഴുതാനാണ്. ഇവിടെ ജമ തന്നിട്ടുണ്ട്, നമ്മൾ മുഫ്രദ് എഴുതുകയാണ് വേണ്ടത്. ഏകവചനം സിംഗുലർ എഴുതുകയാണ് വേണ്ടത്. ഖുലഫാ. ഖുലഫാ എന്നുള്ളതിന്റെ ഏകവചനം എന്താണ്? ഖലീഫ, ഭരണാധികാരി അല്ലെങ്കിൽ പ്രതിനിധി. ഖലീഫ എന്നാണ് ഖുലഫാ എന്നുള്ളതിന്റെ മുഫ്രദ്. അടുത്തത് അത്ഫാൽ, കുട്ടികൾ. ഇനി കുട്ടി എന്ന് കിട്ടണം, ഏതാണ്? തിഫ്ല്. ഇങ്ങനെ മുഫ്രദ് എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് അക്മിലുൽ ഹിവാറ ബിൽ കലിമാത്തിൽ മുനാസിബ. ബ്രാക്കറ്റിൽ കുറച്ച് ചോദ്യ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് താഴെയുള്ള സംഭാഷണം പൂർത്തിയാക്കണം. ഒന്നാമത്തത്, അൽ മുഅല്ലിമു ഡാഷ് ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത. ഉസ്താദ് ചോദിക്കാണ്, ഇവിടെ ബ്രാക്കറ്റിലുള്ള ചോദ്യവാക്കുകൾ എന്തൊക്കെയാണ്? മൻ, മത, കൈഫ, മ, കം. മൻ എന്ന് പറഞ്ഞാൽ ആര്, മത എന്ന് പറഞ്ഞാൽ എപ്പോൾ, കൈഫ എങ്ങനെ, മ എന്ത്, കം എത്ര. ഈ ചോദ്യവാക്കുകളുടെ അർത്ഥങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഉസ്താദ് ചോദിക്കാണ്, ഡാഷ് ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത. സമസ്തയുടെ മുഴുവൻ പേരെന്താണ്, പൂർണ്ണനാമം എന്താണ്? എന്താണ് വേണ്ടത്? മാ ഹുവൽ ഇസ്മുൽ കാമിലു. മാ എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഹാമിദ് പറയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദ് വീണ്ടും ചോദിക്കാണ്, ഡാഷ് നുതർജിമു ഹാദൽ ഇസ്മ ഇലൽ അറബിയ. എങ്ങനെയാണ് ഈ പേര് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുക? എങ്ങനെ എന്നുള്ളതിന് കൈഫ എന്നാണ്. അപ്പോൾ കൈഫ നുതർജിമു ഹാദൽ ഇസ്മ ഇലൽ അറബിയ. അപ്പൊ ഷാനിബ പറഞ്ഞു, ജംഇയ്യത്തുൽ ഉലമാഇ ലി ഉമൂമി കേരള എന്ന് ഷാനിബ മറുപടിയും പറഞ്ഞു. ഇനി നാലാമത്തത്, നുമയ്യിസുൽ ജുംലത്തൽ ഫിഅലിയ മിനൽ ആതിയ. താഴെ കുറെ ജുംലകൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഫിഅലിയായ ജുംലകൾ മാറ്റി എഴുതുകയാണ് വേണ്ടത്. എന്താണ് ഫിഅലിയായ ജുംല എന്ന് പറഞ്ഞാൽ? ഫീലുകളെ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഫിഅലിയായ ജുംല എന്ന് പറയുന്നത്. ഇവിടെ ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ്. എന്താണ്? കുട്ടി ബഗ്ദാദിലേക്ക് പുറപ്പെട്ടു. ഖറജ എന്നുള്ളത് പുറപ്പെട്ടു, അത് ഫിഅലാണ്. അത് അൽ ജുംലത്തുൽ ഫിഅലിയയാണ്, മാറ്റി എഴുതണം. രണ്ടാമത്തേത്, മഈ അർബഊന ദീനാറൻ. എന്റെ അടുത്ത് 40 ദീനാറുണ്ട്. അത് ഫിഅലിയായ ജുംലയാണോ? അല്ല. അടുത്തത്, സാഫറ തിഫ്ലു മഅ ഖാഫില. യാത്രാ സംഘത്തോടൊപ്പം കുട്ടി യാത്ര പോയി. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര പോയി, അത് ഫിഅലിയായ ജുംലയാണ്. റഈസഹൽ അവ്വൽ, അത് ഫിഅലിയായ ജുംലയല്ല. അടുത്തത്, അഖദൽ ഖാഫിലത ജമാഅത്തുൻ മിനൽ ലുസൂസ്. ആ യാത്രാ സംഘത്തെ ഒരു കൊള്ള സംഘം പിടിച്ചു. അഖദ എന്ന് പറഞ്ഞാൽ പിടിച്ചു, അത് ഫിഅലാണ്. അപ്പോൾ ഫിഅലിയായ ജുംല. ഇനി ഫീ കാലിക്കൂത്ത്, അതൊന്നും ഫിഅലിയായ ജുംലയല്ല. ചുരുക്കത്തിൽ ഖറജ തിഫ്ലുൻ ഇലാ ബഗ്ദാദ് എന്നുള്ളതും സാഫറ തിഫ്ലു മഅ ഖാഫിലത്തിൻ എന്നുള്ളതും അഖദൽ ഖാഫിലത ജമാഅത്തുൻ മിനൽ ലുസൂസ്, ഇത് മൂന്നുമാണ് ഇവിടെ അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംലകൾ. അത് മാറ്റി എഴുതുകയാണ് വേണ്ടത്.
ഇനി അടുത്തത് നംലഉൽ ഫറാഗ ബിൽ കലിമാത്തിൽ മുനാസിബ. ബ്രാക്കറ്റിൽ കുറച്ച് കലിമത്തുകൾ തന്നിട്ടുണ്ട്, അതെടുത്ത് താഴെയുള്ളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്? ദീനാറൻ, യത്ലുബു, ഉസ്ദുഖ്, റസൂൽ, അഅതതുഹു, ഖറജ. നമ്മൾ ലാ തക്ദിബ് എന്നുള്ള പാഠത്തിൽ തുടക്കത്തിൽ വന്ന പാരഗ്രാഫാണിത്. എന്താണ്? ഖറജ തിഫിലുൻ. ആദ്യം ഖറജ തിഫിലുൻ, കുട്ടി പുറപ്പെട്ടു. എവിടേക്ക്? ഇലാ ബഗ്ദാദ്, ബഗ്ദാദിലേക്ക്. എന്തിന്? യത്ലുബുൽ ഇൽമ, ഇൽമു പഠിക്കാൻ വേണ്ടി. യത്ലുബു എന്ന് അവിടെ എഴുതി കൊടുക്കണം. അഅതതുഹു എന്ന് പറഞ്ഞാൽ കുട്ടിക്ക്, അവനിക്ക് നൽകി. ഉമ്മുഹു, അവന്റെ ഉമ്മ. 40 ദീനാറൻ, 40 ദീനാർ നൽകി. വഖാലത് ലഹു, എന്നിട്ട് ഉമ്മ അവനോട് പറഞ്ഞു, ഉസ്ദുഖ്, സത്യം മാത്രമേ നീ പറയാവൂ. വലാ തക്ദിബ് അബദ, ഒരിക്കലും കളവ് പറയരുത്. ഇവിടെ യോജിച്ചത് ഇതുപോലെ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. അടുത്തത് 6ാമത്തെ ചോദ്യം, നക്തുബുൽ ജംഅ എഴുതാനാണ്. നേരത്തെ നമ്മൾ മുഫ്രദ് എഴുതിയിരുന്നു, അതുപോലെ ഇനി ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട്. ജംഅ എഴുതാനാണ്, പ്ലൂരൽ എഴുതാനാണ്, ബഹുവചനം. ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളൻ അല്ലെങ്കിൽ കൊള്ളക്കാരൻ. ഇനി കൊള്ളക്കാർ എന്ന് കിട്ടണം. ഏതായിരുന്നു? ലുസൂസ്. 2ാമത്തത് ദീനാർ, അതിന്റെ ബഹുവചനം എന്താണ്? ജം എന്താണ്? ദനാനീർ, ദീനാറുകൾ. ഈ രൂപത്തിൽ ജം എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ, താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. മൻ ഹുവ അവ്വലു മൻ ആമന മിനൽ അത്ഫാലി, കുട്ടികളിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ച ആളാരായിരുന്നു? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു എന്ന് അവിടെ എഴുതി കൊടുക്കണം. 2ാമത്തത് മൻ ഹിയ ഉമ്മു അലിയിൻ റളിയല്ലാഹു അൻഹു, ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു. 3ാമത്തത് മതാ ഉസ്സിസത് ജംഇയ്യത്തു സമസ്ത, എപ്പോഴാണ് സമസ്ത എന്നുള്ള സംഘടന രൂപീകരിച്ചത്? 1926 ഫി സനത്തി അൽഫിൻ വതിസ്ഇമിഅത്തിൻ വസിത്തിൻ വഇശ്രീൻ, 1926. 4ാമത്തത് മൻ ഹിയ സൗജത്തു അലിയിൻ റളിയല്ലാഹു അൻഹു, ആരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ? ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹ. മാ ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത, സമസ്തയുടെ പരിപൂർണമായ പേരെന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്നാണ്. ഈ രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഇഖ്തരിൽ ജവാബ സഹീഹ, ശരിയായത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുക. 1ാമത്തത് മഖറു സമസ്ത, എവിടെയാണ് സമസ്തയുടെ ഓഫീസ്? എവിടെയാണ്? ഫി കാലിക്കൂത്ത്, കാലിക്കൂത്തിലാണ്, കോഴിക്കോട്ടിലാണ് സമസ്തയുടെ ഓഫീസ്. 2ാമത്തത് അദദു അഅ്ളാഇ മജ്ലിസിൽ മുഷാവറ, മുഷാവറ യോഗത്തിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? സമസ്തയുടെ മുഷാവറയിൽ എത്ര ആളുകളാണ് ഉണ്ടാവുക? 30, 40, 50, എത്രയാണ്? 40, 40. 3ാമത്തത് ഡാഷ് അൽ ഔലാദു ഇലൽ മദ്റസ ഖറജ അൽ കിതാബ അത്തിഫിലു, ഏതാണ്? ഖറജൽ ഔലാദു, കുട്ടികൾ പുറപ്പെട്ടു. ഇലൽ മദ്റസ, മദ്രസയിലേക്ക്. ഇനി 4ാമത്തത് അൽ ബിന്തു ഡാഷ് സഗീറുൻ ജാലിസത്തുൻ ലദീദുൻ, ഏതാണ് വേണ്ടത്? പെൺകുട്ടി ജാലിസത്തുൻ, ഇരിക്കുന്നവളാണ്. 5ാമത്തത് ദഹബൽ ഔലാദു, ആൺകുട്ടികൾ പോയി. ഡാഷ് അൽ മൈദാൻ, ഏതാ വേണ്ടത്? ഇലൽ മൈദാൻ, ഗ്രൗണ്ടിലേക്ക് പോയി. ഇല എന്നുള്ള ഹർഫ് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി അടുത്തത് ഉക്തുബിൽ മഅന, അർത്ഥം എഴുതാനാണ്. മുസാബഖ, എന്താണ് മുസാബഖ എന്ന് പറഞ്ഞാൽ? കോമ്പറ്റീഷൻ, മത്സരം. മുസാബഖ എന്ന് പറഞ്ഞാൽ മത്സരം. ഇനി 2ാമത്തത് സാഫറ തിഫിലു മഅ ഖാഫില, സാഫറ യാത്ര ചെയ്തു, അത്തിഫിലു കുട്ടി, മഅ ഖാഫില യാത്രാ സംഘത്തോടൊപ്പം, കുട്ടി യാത്രാ സംഘത്തോടൊപ്പം യാത്ര ചെയ്തു എന്ന് അർത്ഥം അവിടെ എഴുതണം. ഇനി അടുത്തത് നുകമ്മിലു ബിമാ ഫിൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ള കലിമത്തുകൾ ഉപയോഗിച്ച് താഴെയുള്ളത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. എന്താണ് ബ്രാക്കറ്റിലുള്ളത്? ബഗ്ദാദ വറൂഹു ഫീഹാ വലാ അൽഫി ഷഹർ. ഇനി താഴെയുള്ള ചോദ്യം 1, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, നമുക്ക് പരിചയമുള്ള സൂറത്തും കൂടെയാണത്. അൽഫി ഷഹർ എന്ന് എഴുതി കൊടുക്കുക. 2ാമത്തത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, വറൂഹു ഫീഹാ എന്ന് എഴുതി കൊടുക്കണം. ഇനി അവസാനത്തെ ചോദ്യം നുഅരിബ്, അറബിയാക്കാനാണ്. 1ാമത്തത് ദേഷ്യം പിടിച്ചു, എന്താണ് ദേഷ്യം പിടിച്ചു എന്നുള്ളതിന് പറയാ? ഗളിബ, ഗളിബ. 2ാമത്തത് പിതൃവ്യൻ, പിതൃവ്യന് അമ്മ എന്നാണ് പറയുക. ഇതാണ്
5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ 4 പാഠങ്ങളും കൃത്യമായി പഠിച്ചിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.